ചെല്ലടകത്തേക്ക്. അവൾ അവിടെ കാത്തിരിക്കില്ല. അതല്ല മാധവ. ഏതല്ല? ഈ എടുക്കാൻ ചെല്ലുമ്പോ കടിക്കാൻ വരിക എന്നൊരു ചൊല്ലുണ്ട്. എനിക്കതാ പേടി. അവളാ ടൈപ്പാ. കടിക്കുമ്പോ തിരിച്ചു കടിച്ചാ മതി. അല്ല മാറി. അപ്പൊ പൂങ്കൊടി അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ എന്നുവെച്ചാ ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക, കെ എന്ന് പറഞ്ഞാൽ കഴിയുക. അവരൊന്നിച്ച് കഴിയട്ടെന്ന്. അല്ല മാധവേട്ടാ, ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ്. കെട്ട് നാളെ അല്ലേ? ഇന്ന് ഡേറ്റിംഗ്. ഡേറ്റിംഗോ? അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ. ആദ്യം ഡേറ്റിംഗ്, പിന്നെ വെഡിങ്. ഇത് കലികാലമല്ലേ സുലൈമാനെ? എല്ലാം തല തിരിച്ചു വേണം. ഇട നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പ്രമാണം. ഇങ്ങനൊരു പേടിച്ചു തൂറി. നീ എങ്ങോട്ടാ? ഒരു കമ്പനിക്ക്. ഇരിക്കേ. എന്നോടുള്ള പിണക്കൊക്കെ മാറിയില്ലല്ലേ? കുട്ടിക്കാലത്ത് തിരുനെല്ലിക്കാവിൽ ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് അമ്മാവനറിയാതെ നമ്മളെങ്ങോട്ടാ പോയതെന്ന് ഓർമ്മയുണ്ടോ? ഓ പൈങ്കിളി പൈങ്കിളി. ഇത് പൈങ്കിളിയായി. അയ്യോ ഇതാ മാധവനാ. നമ്മള് പറഞ്ഞത് മുഴുവൻ പുറത്തുനിന്ന് ഒളിഞ്ഞ് കേട്ട് അവനെ ഇന്ന് ഞാൻ കണ്ടില്ലേ? ഇതാണ് അവന്റെ ഓരോ തമാശ. പിന്നെയും ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരിക. മുത്തച്ഛന്റെ മൂക്കനട നീ എറിഞ്ഞു പൊട്ടിച്ചപ്പോ അമ്മാവൻ തല്ലാൻ വന്നപ്പോ തടയാൻ നിന്നത് ഞാനാ. എന്തായിരുന്നു ഒന്ന് കണ്ണീര്. ഓ കണ്ണീര് സീരിയല്, മെഗാ സീരിയല്. ഇടാ ഈ സീരിയലിന്റെ ഒക്കെ കാലം കഴിഞ്ഞടാ. ഇപ്പൊ റിയാലിറ്റി ഷോയുടെ സീസണാ. നേരം കളയാതെ അതിലേക്ക് വാ. നിന്നെ ഇന്ന് ഞാൻ അല്ല നീ എങ്ങനെ ഇതിനകത്ത് കയറി പറ്റി? അല്ല നിനക്കെന്താ ഇവിടെ കാര്യമുണ്ട് മോനെ പാർത്ത കുട്ടാ. സംഗതി ഒന്നും ശരിയായില്ലല്ലോ. ഞാൻ കുറെ കൂടെ പെർഫോമൻസ് പ്രതീക്ഷിച്ചു. അവിടെ ഫ്ലാറ്റ് ആയി പോയി കേട്ടോ. പെർഫോമൻസ് ഇത്രയൊക്കെ കയ്യിലുള്ള അണ്ണാച്ചി. പോ ഇറങ്ങിപ്പോ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു എന്ന് പറഞ്ഞ വെളുക്ക് മുമ്പേ മാലിക്ക് ഞാൻ അവിടെ പോകും. താഴത്തങ്ങാടി വരെ ഓടിയിട്ടാ ഇതെങ്കിലും ഒത്തു കിട്ടിയത്. അതൊക്കെ ഞങ്ങളുടെ നിക്കാക്കില്ല. ഞങ്ങളുടെ കോഴി ബിരിയാണി അവിടെ കിട്ടണം. അതൊക്കെ നിങ്ങളുടെ വേഗമാകട്ടെ പാർത്ത. സംസാരിച്ചിരിക്കാതെ കാര്യം തിരുമേനി വരണ്ടേ? ഇങ്ങോട്ട് വന്നേ. മാധവ തിരുമേനി ഒന്നും വേണ്ട. തിരുമേനിയൊക്കെ കാത്തിരുന്ന നിന്റെ അമ്മാവും തിരുമേനിയും എത്തും. തൽക്കാലം ഞാൻ തന്നെ തിരുമേനി. കേട്ട് ആരെങ്കിലും സീതാ കല്യാണ എന്താ ഇത്? അല്ല ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാവും. അങ്ങനെയൊന്നും അല്ല. ഈ വിവാഹം നിയമവിരുദ്ധമാണ്. എന്താ മനസ്സിലായില്ലേ? വോട്ടെടുപ്പിന്റെ തലേന്ന് സ്ഥാനാർത്ഥികൾ പരസ്പരം വിവാഹിതരായാൽ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാവും. അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ഇതൊന്നും അറിയാതെയാണോ സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇറങ്ങിയത്? സ്വന്തം തന്തയ്ക്ക് പാലം വലിക്കാൻ ഉരുമ്പട്ടോളെ. വകുപ്പ് മാറും. എന്ത് വകുപ്പിലാണ് അറസ്റ്റ്? ചുമ്മാ ഒരു നേരം പോക്ക്. ദിവസം ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ രംഗസ്വാമിക്ക് അരമസ്വാമിക്ക് ഉറക്കം വരില്ല. നിന്നെ മാത്രമല്ല നിന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് പടക്കുറുപ്പ് ചങ്ങാതിയെ കൂടി പൊക്കാനാ രംഗസ്വാമി. എന്ത് കാരണത്തിന് അറസ്റ്റ് ചെയ്യുന്നു ചോദിച്ചത്? പറയാം. ക്ഷേത്രത്തിലെ വിഗ്രഹം കട്ടെടുത്തതിനും അത് പിന്നെ കുട്ടൻ നായരെ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതിനും ചേർത്ത ഈ അറസ്റ്റ്. കള്ളന് കഞ്ഞി വെച്ചതിനാ ഇവനെ പൊക്കുന്നത്. വിഗ്രഹം കുഴിച്ചിട്ട് ഞാനല്ലാന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഈ അമ്മാവൻ തന്നെ വിളിച്ചു പറഞ്ഞല്ലേ? പറഞ്ഞു. ഏതോ ഒരു കോപ്പിലെ കേന്ദ്രമന്ത്രി വരുന്നെന്നും നീ ഒളിവിലായതിന്റെ പേരിൽ എന്നെ തട്ടി അകത്താക്കുമെന്നും പറഞ്ഞ് നീയൊക്കെ ഒരു നാടകം കളിച്ചപ്പോ മണ്ടൻ ഞാൻ വിശ്വസിച്ചു. അത് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ പ്രതി കൂട്ടുപ്രതിയവനും അതിനായി അറസ്റ്റ്. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനല്ലയോ? എത്ര നാട്ടുകാർ ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നു കാണാം. നീ കൃഷ്ണപുരത്തെ കൊച്ചുണ്ണിയാണെങ്കിൽ ഞാൻ ജമ്പുലിംഗമാണാ. ഐസ്ക്രീം മെഴുകിയ പൂച്ച പോലെ കണ്ണും തള്ളി കോച്ച് വലിച്ചിരിക്കാതെ കള്ളന്മാരെ. അതെ ഞാൻ കള്ളനാ, സമ്മതിച്ചു. പക്ഷെ അതിലും വലിയ പെരുങ്കള്ളം നിങ്ങളാ. ഏതോ ഒരു പാഴ്വിഗ്രഹം കുട്ടനായരുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടതും അതവിടെ നിന്ന് തിരിച്ചു കുഴിച്ചെടുത്തത് നിങ്ങൾ തന്നെയല്ലേ? നാട്ടുകാർക്ക് വേണ്ടി മാത്രമേ അന്നും ഇന്നും പാർത്ത് നിന്നിട്ടുള്ളൂ. ഇവളെ ഞാൻ കെട്ടാന്ന് സമ്മതിച്ചു തന്നെ എന്തൊരു നന്മ ഇവളിൽ ഉള്ളതുകൊണ്ടാ. നന്മയുള്ള നാട്ടുകാരോടൊപ്പം പ്രാർത്ഥന എന്നും ഉണ്ടാവും. നന്മയെന്ന് പറഞ്ഞാലേ സ്നേഹം, സത്യം, വിശ്വാസം. ആ പരസ്പര വിശ്വാസം ഈ കൃഷ്ണപുരത്തിന് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ? ജനങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്ന ഈ ദൈവം പോലും ജനങ്ങൾക്ക് നേരെ കണ്ണടക്കുകയല്ലേ? ആ ഭഗവാനെ കട്ടെടുത്തത് ഞാൻ തന്നെയാ. അതും ജന നന്മയ്ക്ക് വേണ്ടി. അത് കുട്ടനായരുടെ പറമ്പിൽ നിങ്ങൾ കൊണ്ട് കുഴിച്ചിട്ട പാഴ്വിഗ്രഹമൊന്നുമല്ല. കണ്ണും കാതുമില്ലാതെ കാലപ്പഴക്കം ചെന്നതാ ഇതിനകത്ത് നിങ്ങളൊക്കെ കൂടി പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം തന്നെയാ. അതല്ലേ നിങ്ങൾക്കൊക്കെ കാണേണ്ടത്? പടിഞ്ഞാറേ കുളത്തിന്റെ അടിത്തട്ടിൽ ചേറും ചെളിയും പുരണ്ട് അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാനെടുത്തെറിഞ്ഞതാ. അതല്ലേ കാണേണ്ടത്? വായിന്റെ ഒപ്പം
എന്തായാലോ തപ്പിക്കൊണ്ടിരിക്കുക. ഇവനെന്താ മുങ്ങാൻകുഴിയിട്ട് കളിക്കണോ? കണ്ടില്ലേ നാട്ടുകാരെ, ഇവൻ കട്ട് കുഴിച്ചിട്ട വിഗ്രഹം കണ്ടെടുത്ത ഞാനാണ്. ആ എന്നെ കള്ളനെന്ന് മുദ്ര കുത്താൻ കാണിക്കുന്ന ചേഷ്ടകളാണ് ഇതൊക്കെ. വിഗ്രഹം കുളത്തിലുണ്ടെങ്കിൽ കണ്ടെടുക്കട്ടെ ഇവൻ. ആ പൊങ്ങി. ആ ഇപ്പോഴും കിട്ടിയില്ല. എന്താടാ കുളത്തിലിട്ട വിഗ്രഹം കടലിലേക്ക് ഒഴുകിപ്പോയി? എങ്കിൽ കടലിൽ പോയി തപ്പടാ. ഏതാണ് കടലിലോട്ട്? എവിടെയാണ് വിഗ്രഹം? നീയല്ലടാ അതെടുത്തത്. പറയേ എടാ, പറയാൻ പറയണോ? അന്ന് രാത്രി നീ കുളത്തിൽ മുങ്ങി തപ്പിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്റെ കൂടെ നിന്നിട്ട് എന്നോട് ഈ ചതി ചെയ്തിട്ടുണ്ടോ? പാർത്ഥ, എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്തിനാ പിടിച്ചു മാറ്റാൻ പോയത്? തമ്മിൽ തല്ലി ചാകട്ടെ രണ്ടും. ഭഗവാന്റെ പേരിൽ തട്ടിപ്പഴത്തിന് ഭഗവാൻ കൊടുക്കുന്ന ശിക്ഷ. തമ്മിൽ തല്ലി ചത്ത നാളെ സമാധാനം പറയേണ്ടത് ഞാൻ. അത് നേരാ. എങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോരാണ്ടിനും, എന്നിട്ട് അവിടെ വെച്ച് തന്റെ കൈത്തരിപ്പ് തീർക്ക്. ഇനി പുറം ലോകം കാണരുത് രണ്ടും. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോ ഇവന്മാർ ഇരുമ്പഴിക്കുള്ളിലാകണം. മനസ്സിലാകണം. വേണ്ട, രണ്ടും കൂടെ ചേർന്ന് നാടകം കളിച്ച് നാട്ടുകാരെ വിട്ടിയേക്കാവുന്ന കളിച്ച് നിന്നെ കൊണ്ട് ഞാൻ പറയപ്പെടും. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊന്നും അറിയില്ല. എന്നാടുന്നോ കയറി വന്ന് ഈ വരുത്തേണ്ട റോൾ ഇതിലെന്താണെന്ന് എനിക്കറിയണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എനിക്ക് മാധവ, എനിക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ തല്ലുകൊള്ളുന്നത്? പറയേ, എന്തിനാ? വിധിക്കപ്പെട്ട കർമ്മങ്ങൾ യഥാവിധി നടന്നേ മതിയാവും. നമ്മളെ മർദ്ദിക്കാൻ ഇയാൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ നമ്മളും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ നീ ആരാ? എന്തിനു വന്നോ? എവിടുന്ന് വന്നോ? പറയേ. ഞാൻ ആരാണെന്നറിയുന്നതിൽ കാര്യമില്ല. ഇത് ധർമ്മസമരമാണ്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. ഇവിടെ ഒരു ശിഖണ്ഡി തന്നെ നിനക്ക് ശത്രുവായി വരുന്നു. അവിടെ നിന്റെ ചില മിത്രങ്ങൾ പോലും വഞ്ചിക്കപ്പെട്ടേക്കാം. ഇതങ്ങ് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ഏടാകുടത്തിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത് മൊളിപ്പിച്ചു വെച്ചല്ലേ അവൻ ഈ കാണിച്ച നാടകം മുഴുവൻ കളിച്ചത്. പാർത്ഥേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇത് കിട്ടിയത് മാധവേട്ടന്റെ മുറിന്നാ. ഓ, അപ്പൊ യഥാർത്ഥ പ്രതി മാധവനല്ലേ? ആ പിന്നെ ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരും അറിഞ്ഞിട്ടും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ, എന്നാൽ ഇനി ആരും അറിയാനും പാടില്ല. ഈ വിഗ്രഹം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ, എന്നാ പൂങ്കുടി പൊയ്ക്കോ. ഞാൻ തന്ന വാക്ക് മാറില്ല. പാർത്ഥന്റെ കാര്യം ഞാൻ ഏറ്റു.